ഓൾ, ദിവ്യ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം എനിക്ക് എപ്പോഴും കോംപ്ലിമെൻറ്റ് കിട്ടാറുള്ളൊരു കാര്യമാണ് ഈ സാരി ഡ്രേപ്പ് ചെയ്യുന്നില്ല കേട്ടോ. സാരി നന്നായിട്ട് ഉടുക്കും, കൊള്ളാലോ എന്നൊക്കെയുള്ള കോംപ്ലിമെൻറ്റ്സ് എനിക്ക് പൊതുവേ കിട്ടാറുണ്ട്. മാത്രമല്ല എനിക്കും സാരി ഭയങ്കര ഇഷ്ടമാണ്. മറ്റെന്ത് ഡ്രസ്സിനേക്കാളും എനിക്കിഷ്ടം സാരിയാണ്. അപ്പം സാരി ഡ്രേപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്ക് വലിയ ആഗ്രഹമുള്ള കാര്യമാണല്ലോ. അപ്പം ആദ്യം തന്നെ ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് മേഴ്സി മാമാണ് കേട്ടോ. അപ്പം ആളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആൾക്ക് ഭംഗിയായിട്ട് അറിയാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സാരി ഈ നമ്മൾ ബാക്കിലോട്ട് ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, മുന്താണി ഭാഗം, ഇതുപോലെ ചെറിയ പ്ലീറ്റ്സായി എടുത്ത് നമ്മൾ അയൺ ചെയ്യണം. അയൺ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ആ ഒരു ഭാഗം കിടക്കും കേട്ടോ. പിന്നെ അയൺ ചെയ്യുമ്പം നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് സൈഡ് വരുന്നത് കുറച്ച് ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ. അപ്പോഴായിരിക്കും ആ ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഈ ഒരു സാരി അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതെനിക്ക് എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എല്ലാം കൂടെ ഗിഫ്റ്റ് തന്നാണ്. അപ്പം അവരിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി നല്ല സാരിയാണ്. പിന്നെ പക്ഷേ ഇത് ഉടുക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉടുക്കാം, വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര പളപളാന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. അപ്പം ആദ്യം ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മളുടെ ബോഡി തന്നെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്തും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് വരുന്ന പ്ലീറ്റ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ സാരിക്ക് അത്യാവശ്യം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 5-6 ഒക്കെ കിട്ടുമായിരുന്നു. അത് നിങ്ങൾ നോക്കണം കേട്ടോ. സാരി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു 6 മീറ്റർ ഉണ്ടെങ്കിൽ നല്ലതാണ്, പ്ലീറ്റ്സ് ഒക്കെ വരും. പിന്നെ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ലെങ്ത്ത് കുറയും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ. അത് ആദ്യമേ നിങ്ങൾ നോക്കണം. ചിലപ്പോൾ നമ്മൾ ഉടുക്കാൻ നേരത്തായിരിക്കും നിർത്തി നോക്കുന്നതൊക്കെ, അറിയാത്തവരാണെങ്കിൽ കേട്ടോ. അപ്പം ഇതിന് എന്തായാലും അത്യാവശ്യം പ്ലീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലെ പ്ലീറ്റ്സും ഇതുപോലെ എടുത്ത് പിൻ ചെയ്ത് വെച്ച് അതും ഇങ്ങനെ ഭംഗിയായിട്ട് പിടിച്ച് അയൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഞാൻ സ്പീഡിലാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. ഒരു ബേസിക് ഐഡിയ ഉള്ളവർക്ക് ഇത് ഹെൽപ്ഫുൾ ആകും കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഈ ഫ്രണ്ടിലെ എടുത്ത് ഇതുപോലെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇപ്പം അയൺ ചെയ്യാൻ നമ്മൾ അയൺ ബോക്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് സമയമുണ്ട്, ഫംഗ്ഷന് സമയമുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അയൺ ചെയ്തൊക്കെ വെക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നർ നല്ലൊരു ടൂളാണ് കേട്ടോ. നമുക്ക് ഞാൻ യൂഷ്വലി ഹെയർ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടാണ് സാരിയൊക്കെ പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കാറുള്ളത്. അല്ലെങ്കിൽ പ്ലീറ്റ് ചെയ്ത് തന്നെ ഉടുത്തിട്ട് തന്നെ ഞാൻ അയൺ ചെയ്യാറുള്ളത് സ്ട്രെയിറ്റ്നർ വെച്ചിട്ടാണ്. പിന്നെ സമയമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സാരി ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറേ മുമ്പ്, അതായത് ഒരു 2 ദിവസം മുമ്പേ നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇത് നിങ്ങൾ ഈ നോർമലി ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് കുറച്ച് ബ്രൈഡൽ അതുപോലത്തെയൊക്കെ കുറച്ച് ഫങ്ഷൻസൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അയൺ ബോക്സ് ഒക്കെ വെച്ച് അയൺ ചെയ്ത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിലും ചെയ്യാം, അല്ലാന്നല്ല പറയണേ. പക്ഷെ നോർമലി നമ്മൾ അത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുള്ളത് അതിനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഹെയർ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അയൺ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിനൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇനി അത് മടക്കുക. കാരണം ഈ പ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് വെച്ച് നമുക്ക് നോർമലി അത് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. ഒരു 6 മീറ്റർ ഉള്ള സാരി നമ്മൾ മടക്കി ഒതുക്കി മടക്കി വെക്കുന്ന പോലെയല്ല. പ്ലീറ്റൊക്കെ എടുത്ത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കാണ്. അത് നമ്മളിങ്ങനെ പ്ലീറ്റ് എടുത്ത ഭാഗം വെച്ച് മടക്കി അത് ഇതുപോലെ അതൊരു ബോക്സ് പ്ലീറ്റിംഗ് എന്തോ ആണ് ഇവരുടെ ഒരു ടേമിനകത്ത് പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട്. അങ്ങനെ ചെയ്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കുന്ന ദിവസം അതേപോലെ ഉണ്ടാവും. അതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും അതെ, 2 ദിവസം കഴിഞ്ഞാലും അതെ, നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് അത് പ്ലീറ്റ്സ് ഒക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എവിടെയും ചുളിവുകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളടുത്ത് സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും സാരി ഉടുക്കാൻ വലിയ ആഗ്രഹമാണ്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.